അയൽവാസികൾ തമ്മിൽ തർക്കവും വഴക്കവും അക്രമവും ഒക്കെ ഉണ്ടാകുന്നത് നിസ്സാര പ്രശ്നത്തിന്റെ പേരിലാണ്. ചെറിയ വാക്കുതർക്കം വലിയ കലഹങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമാകാറുണ്ട്. കൊല്ലം മയ്യനാട് വളർത്തുനായയെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ അയൽവാസിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. മയ്യനാട് സ്വദേശി രാജീവാണ് മദ്യലഹരിയിൽ പരാക്രമം കാട്ടിയത്. ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ അയൽവാസി കബീർകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസിൽ പ്രതിയെ കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തു. ചവിട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പോലീസിനെ വിളിക്കാം. വിളിക്കൂടാ ഇവിടെ. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം. മയ്യനാട് മുക്കളം ദേവുഭവനിൽ രാജീവാണ് സമീപവാസിയായ മയ്യനാട് പനവയൽ റയാൻ മൻസിലിൽ കബീർകുട്ടിയെ വെട്ടുകത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. സ്ഥിരം മദ്യപാനിയായ രാജീവ് വീട്ടിൽ 2 നായ്ക്കളെ വളർത്തുന്നുണ്ട്. രാജീവ് ഈ വളർത്തുനായ്ക്കളെ ഉപദ്രവിക്കുന്നത് പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ നായകളെ ഉപദ്രവിക്കുന്നത് കബീർകുട്ടി ചോദ്യം ചെയ്തതിനെ തുടർന്ന് രാജീവ് ഇയാളുടെ വീട്ടിലെത്തി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചു. ചവിട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പോലീസിനെ വിളിക്കാം. സംഭവത്തിൽ പരാതി നൽകുന്നതിനായി കബീർകുട്ടി കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെ വീട്ടിൽ നിന്ന് വെട്ടുകത്തിയുമായി എത്തിയ രാജീവ് നെഞ്ചിൽ കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കബീർകുട്ടിയെ ഉടൻ തന്നെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മയ്യനാട് പനവയലിലെ കബീർകുട്ടി എന്നയാളെ ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിച്ചതിന് അയൽവാസിയായ രാജീവിനെ കൊട്ടിയം പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ കാരണമെന്ന് പറയുന്നത് രാജീവൻ വീട്ടിലെ വളർത്തുന്ന പട്ടികളെ നിരന്തരമായി രാത്രിയിൽ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇതിനെ അയൽവാസിയായ കബീർകുട്ടിയും കുടുംബവും ചോദ്യം ചെയ്തു. ഈ വിരോധത്തിൽ രാജീവൻ ഇന്നലെ കബീർകുട്ടിയെ വീട് കയറി ആക്രമിക്കുകയും തുടർന്ന് കബീർകുട്ടി ഇതിന് പരാതി പറയാനായിട്ട് കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയുമായി രാജീവൻ കബീർകുട്ടിയുടെ നെഞ്ചിൽ കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുകയാണുണ്ടായത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊട്ടിയം സിഐ പ്രദീപിന്റെ നിർദ്ദേശാനുസരണം SI നിതിൻ നളന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മയ്യനാട് റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ചവിട്ടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പോലീസിനെ വിളിക്കാം. വിളിക്കൂടാ ഇവിടെ. ന്യൂസ് 18 കൊട്ടാരക്കര.